എന്തൊരു ഹെൽത്തി റാഗി സ്മൂത്തി റെസിപ്പിയാണ് കേട്ടോ. കൂടുതൽ വലിച്ചു നിൽക്കുന്ന പരിപാടിയൊന്നുമില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഒരു ഗ്ലാസ് വെള്ളം മതിയാവും കേട്ടോ. വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോഴത്തേക്കും ഒരു സ്പൂൺ റാഗി ഫ്ലോർ ഇടണം കേട്ടോ. ഒരു സ്പൂൺ ഇട്ടാൽ മതി. ഈ ഒരു അളവിന് റാഗി ഫ്ലോർ ഇടുക. നമ്മൾ പിള്ളേർക്കൊക്കെ കുറുക്കുണ്ടാക്കുന്നില്ലേ അതുപോലെ. വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സാധനമാണ് റാഗി എന്ന് പറയുന്നത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ പിന്നെ അത് കട്ട പിടിക്കും. ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്, ഫൈബർ റിച്ച് ആണ്, പ്രോട്ടീൻ വളരെയധികം ഉണ്ട്. നമുക്ക് കുറേ നേരത്തേക്ക് വിശക്കത്തില്ല. 98 കിലോ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇതിലെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ക്രേവിങ്സിനെ കൺട്രോൾ ചെയ്യാനും കുറേ നേരത്തേക്ക് വിശക്കാതിരിക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ഓക്കെയാണ് കേട്ടോ. ഇതിന് കുറച്ച് നേരം നമുക്ക് തണുക്കാൻ വെക്കാം. എൻ്റെ ഇനിയുള്ള എല്ലാ വീഡിയോസിലും നിങ്ങൾ ഈ നീലക്കുപ്പി കാണും. എന്നെ പോലെ തന്നെ ഇത് നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. കാരണം എന്താ പറയുക, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ തോന്നണം. വെള്ളം കുടിക്കുന്ന ബെനിഫിറ്റ്സ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എല്ലാവരും കുടിക്കും വെള്ളം. ബ്ലെൻഡറോ മിക്സിയോ എന്തായാലും കുഴപ്പമില്ല. അതിലേക്ക് ഒരു 200 ml ആൽമണ്ട് മിൽക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സ്കിംഡ് മിൽക്ക് ആണെങ്കിലും കുഴപ്പമില്ല, അഥവാ പശുപാലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇച്ചിരി വെള്ളം ചേർത്തിട്ട് കുഴപ്പമൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ആൽമണ്ട് മിൽക്കാണ്. അതൊരു 200 ml ഒഴിക്കുക. ഒരു സ്പൂൺ ചിയാ സീഡ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ മുമ്പ്. അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ചിയാ സീഡ് റിച്ച് ഇൻ ഫൈബർ. ഇത് റോബസ്റ്റ പഴം മധുരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർക്കുന്നത്. പക്ഷേ വെയിറ്റ് ലോസിന് എയ്ഡ് ചെയ്യുന്നൊരു സാധനമാണ്, ബെനിഫിഷ്യലാണ്. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ആൽമണ്ട്സ് ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ആൽമണ്ട്സ് എപ്പോഴും ചൂ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇടയ്ക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കുന്നതായിരിക്കും ബെനിഫിഷ്യൽ. എല്ലാം കൂടെ ഒറ്റയടിക്ക് കയറ്റുന്നതിന് കഴിഞ്ഞാൽ നല്ലത് ആൽമണ്ട്സ് ഒക്കെ ഇടയ്ക്ക് സ്നാക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം സൺഫ്ലവർ സീഡ്സ് ഉണ്ട്, പംകിൻ സീഡ്സ് ഉണ്ട്. അതൊന്നും ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഇടത്തില്ല. ഡേറ്റ്സും ഞാൻ സേവ് ചെയ്ത് വെക്കും. കാരണം എങ്ങനെ ഷുഗർ ക്രീംസ് വന്നാൽ എനിക്ക് അത് യൂസ് ചെയ്യണം. ഇപ്പോൾ എനിക്ക് മധുരത്തിനുള്ള ഒരു പഴം ഞാൻ ഇട്ടിട്ടുണ്ട്, അത് മതി എനിക്ക് മധുരത്തിന്. ഇനി നമ്മുടെ കിങ് ഓഫ് വെയിറ്റ് ലോസ് റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. സൂപ്പർ ആട്ടോ, ട്രൈ ചെയ്ത് നോക്ക്, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും.